എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാംഗോ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാംഗോൻ്റെ സീസണാണ്, എല്ലായിടത്തും ഇഷ്ടംപോലെ മാംഗോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്, മാംഗോ മിൽക്ക് ഷേക്ക്. ഇതിനകത്ത് വേറെ ഐസ്ക്രീം സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് മാത്രം. പക്ഷെ ഞാൻ ഇതിനകത്ത് ഐസ്ക്രീമൊന്നും ചേർക്കുന്നില്ല. നട്ട്സും അതുപോലെ തന്നെ ഇതിനകത്ത് ഡേറ്റ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ നട്ട്സുകളായിട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും ആഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ഉപായമാണിത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യണവർ ഈ മിൽക്ക് ഷേക്ക് അധികം കഴിക്കരുത്. കാരണം മാംഗോ പെട്ടെന്ന് നമ്മളെ തടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് കഴിക്കാൻ പാടുള്ളൂ. പഞ്ചസാരയ്ക്ക് പകരമാണ് നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയ്ക്ക് മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ 2 പീസ് ഐസ് എടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ ഐസ് ഉപയോഗിക്കാത്തതാണ്. പക്ഷേ ഈ പാല് ഒരു റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പാലാണ്. ഇപ്പോൾ രാവിലെ തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ അതിന് അധികം തണുപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം 2 ഐസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 കപ്പ് മാംഗോ ആണ് ഞാൻ എടുത്തത്. ഇത് കേസറാട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ ഞാൻ ഒരു 6 ഡേറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 6 ഇടേണ്ട ആവശ്യമില്ല. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതുകൊണ്ട് ഞാനൊരു 4 ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മാംഗോ നമ്മൾ അതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2 പീസ് ഐസ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് മിൽക്ക്. നിങ്ങൾക്ക് ഐസ്ക്രീം ചേർക്കുന്നുണ്ടെങ്കിൽ വാനിലയോ അല്ലെങ്കിൽ മാംഗോ ഐസ്ക്രീമോ ഇതിൻ്റെ മുകളിലിട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഡേറ്റ്സിനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാം. ഇനിയും ഇതിനെ നമ്മൾ ഞാൻ 1 കപ്പ് പാല് കംപ്ലീറ്റ് ഒഴിച്ചു കേട്ടോ, ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ആ 2 ഐസ് പീസ് ഇടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഐസ് വേണ്ട എന്നുള്ളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഒരുപാട് മാംഗോ ആകുമ്പോൾ ഒരുപാട് കട്ടിയിലിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തത്. നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, കുറച്ച് ഹണി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് 2 പേർക്ക് കഴിക്കാനുള്ളതാണ്. ഈ അളവിൽ എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ്, അത് ഒരു വലിയ മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ മാംഗോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ മാങ്ങാക്കാലത്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.